മറിയം ഒരു സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രതിനിധിയാണ്. ഐക്കൺ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യക മറിയം. ഈ ലോകത്തിലേക്ക് ദൈവം ശക്തമായ ഒരു നിറസാന്നിധ്യമായിട്ട് നമുക്ക് നൽകിയ ഒരു വലിയ വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യക മാതാവ്. പഴയ നിയമ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ റൂത്ത് എന്ന ഒരു പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. ഈ റൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം കാണുക, തിടുക്കപ്പെടുക എന്നുള്ളതാണ്. അതായത് റൂത്ത് എന്ന ആ സ്ത്രീ മഹനീയ വ്യക്തിത്വം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രതിരൂപം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെടുക. ആ അർത്ഥം തന്നെ കാണുക, തിടുക്കപ്പെടുക. അതായത് പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൾ തിടുക്കത്തിൽ യാത്രയായി എന്ന് നമ്മൾ ഒരു സ്ഥലത്ത് കാണുന്നുണ്ട്. അവളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇതാ ഇന്നു മുതൽ സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കാൻ പോവുകയാണ് എന്നുള്ള വലിയ വാർത്ത അവളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവളിലേക്ക് യേശു ക്രിസ്തുവിന്റെ ആ സജീവ സാന്നിധ്യം തന്റെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ചപ്പോൾ പരിശുദ്ധാത്മ ചൈതന്യത്തിലുള്ള ആവേശം കൊണ്ടപ്പോൾ അവൾ തിടുക്കത്തിൽ യാത്രയായി മലമ്പ്രദേശത്തുള്ള തന്റെ ചാർച്ചക്കാരിയായ എലീസബത്തിനെ സന്ദർശിക്കുവാനായിട്ട്, ശുശ്രൂഷിക്കുവാനായിട്ട് അവൾ തിടുക്കത്തിൽ യാത്ര ചെയ്തെന്ന് പറയുക. വിശുദ്ധ അൽഫോൻസ് ലിഗോരി അവരെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: അവൾ മറിയം 15 വയസ്സുള്ള ഒരു ചെറിയ ബാലിക, കന്യക, തന്നിലെ ആ പരിശുദ്ധാത്മാവിൽ സാന്നിധ്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് അവൾ തിടുക്കത്തിൽ യാത്രയാവുകയല്ല, പിന്നെ അവൾ ഓടുകയായിരുന്നു എന്ന് പറയുക. അതായത് അദ്ദേഹം ചേർത്ത് വെക്കുന്നു, അവൾക്ക് ചിറകുകൾ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതിനവൾ ഓടുകയല്ല, പിന്നെയോ പറക്കുകയായിരുന്നു എന്നാണ്. പറന്നുകൊണ്ടായിരുന്നു അവൾ അവളുടെ അടുക്കിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇത് അർത്ഥമാക്കുന്ന പ്രകാരമാണ് ഈ കന്യയുടെ അടുക്കിലേക്ക് ആരെങ്കിലുമൊക്കെ സഹായം അന്വേഷിച്ച് വേദനകൾ പങ്കുവെച്ച് ചെല്ലുമ്പോൾ അവൾ നമ്മെ സഹായിക്കുവാനായിട്ട് തിടുക്കത്തിലല്ല, അവനെ ഓടുകയാണ്, പറക്കുകയാണെന്ന് പറയുക. തൻ്റെ പുത്രനിലേക്ക് തൻ്റെ അപേക്ഷകൾ, യാചനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഒരു വ്യക്തി പങ്കുവെക്കുമ്പോൾ അതിന് പരിഹാരം നൽകുവാനായിട്ട് അവന് മാത്രം സാധിക്കൂ, ക്രിസ്തുവിന് മാത്രം സാധിക്കൂ. ക്രൈസ്റ്റ് ഈസ് ദി ഓൺലി കിങ് എന്ന ആ ചിത്രം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവന് മാത്രം സാധിക്കുന്നത് മനസ്സിലാക്കി ആ കന്യക അവൻ്റെ അടുക്കിലേക്ക് ഓടുകയല്ല, പറക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ, സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ, വേദനകളിൽ ഏറ്റവും അടുത്ത സഹായമായിട്ട്, സമാധാനമായിട്ട്, സന്തോഷമായിട്ട്, പരിഹാരമായിട്ട് മാറാനായിട്ട്. അതായത് പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നൽകിയ വലിയ ചൈതന്യമാണ് ഈ ഭൂമിയിൽ, സന്തോഷമാണ് ഈ ഭൂമിയിൽ, സമാധാനമാണ്. സമയമാകുന്നതിന് മുൻപേ അവൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്നവളാണ്. അതുകൊണ്ടാണല്ലോ ക്രിസ്തുവിന്റെ പല സന്ദർഭങ്ങളിലും പല അത്ഭുതങ്ങളിലും അവളുടെ സജീവ സാന്നിധ്യം നമ്മൾ കാണുക. പ്രത്യേകിച്ചും കാനായിലെ വിവാഹ വിരുന്നിൽ, ആ വിവാഹ വിരുന്നിൽ നമ്മൾ കാണുന്ന എന്താണ്? ആ കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ആ കുടുംബത്തിന്റെ സങ്കടം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അവിടെ വീഞ്ഞില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവളുടെ ഉള്ളം വേദനിക്കുകയാണ്, അവളുടെ ഹൃദയം സങ്കടപ്പെടുകയാണ്. എന്നിട്ട് അവൾ തൻ്റെ ആ വീട്ടുകാരോട് പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കുക. ക്രിസ്തു പറയുന്നുണ്ട് സമയമായിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും അവൾ പറയുന്നുണ്ട്, എൻ്റെ അപേക്ഷ എൻ്റെ പുത്രന് നിരസിക്കാനായിട്ട് സാധിക്കുകയില്ല, അതുകൊണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യും. അപ്പൊ സമയമാകുന്നതിന് മുൻപേ നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അവൻ്റെ അടുക്കലേക്ക് എത്തിക്കുവാനുള്ള ഏക മാർഗം, ഏക വഴി പരിശുദ്ധ കന്യകാ മാതാവാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിലേക്കുള്ള നമ്മുടെ ചുവടുവയ്പ്പുകൾ ഒന്നും കൂടെ ശക്തമാക്കുക. അവളെ കൈപിടിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുവിലേക്ക് അടുക്കാം. അവളൊരു ഏണിപ്പടിയാണ്. ആ ഏണിപ്പടിയിലൂടെ, ആ കോണിപ്പടിയിലൂടെ കയറി നമുക്ക് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എത്താം. നമ്മൾ വയ്ക്കുന്ന കോണി അല്ലെങ്കിൽ ഏണി ശരിയായ ചുമരിലാണെങ്കിൽ നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും കൃത്യതയുള്ളതായിരിക്കും. അല്ല എങ്കിലോ നമ്മൾ പടുകുഴിയിലേക്ക് അധപതിച്ച് വീണ് പോകാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്നേഹത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഈ പരിശുദ്ധ അമ്മ വഴിയായിട്ട് ദൈവത്തിലേക്ക് സമർപ്പിക്കാം. അവൾ കൈപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. KP അപ്പൻ, മൂല്യാധിഷ്ഠിത രചനകളുടെ വക്താവ് എന്നറിയപ്പെടുന്ന ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച KP അപ്പൻ, അദ്ദേഹം പരിശുദ്ധ അമ്മയെ കുറിച്ച് എപ്പോഴും അത്ഭുതത്തോടെയാണ് നോക്കി കാണുക. അദ്ദേഹം പറയുന്നത് അതൊരു വിശുദ്ധ വൈരുദ്ധ്യത്തിന്റെ ജീവിതമായിരുന്നു എന്ന് പറയുക. എന്തുകൊണ്ടാണ് അവളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ വിശുദ്ധ വൈരുദ്ധ്യങ്ങൾ എന്ന് വിളിക്കുക? കാരണം അവൾ ജനിച്ച അന്ന് മുതൽ
പ്രത്യേകിച്ച് 12-13 വയസ്സുള്ള ആ സമയം മുതൽ അവളുടെ മരണം വരെ, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് വരെ അവൾ അനുഭവിച്ചത് കഠിനമായ യാതനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ്. ആ വേദനയിലും അവൾ ദൈവഹിതം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സമയമാകുന്നതിന് മുൻപേ യേശുവിന്റെ അടുക്കിലേക്ക് ഓടിയെത്തുവാൻ, മറ്റൊരു സഹായിക്കുവാൻ പറന്നുകൊണ്ടിരുന്ന ഒരു വനിത, ഒരു കന്യക, ഒരു ധീര വിശുദ്ധ എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ഈ KP അപ്പൻ എന്ന ഹൈന്ദവ ആദർശങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഈ വ്യക്തിയുടെ ജീവിതം കണ്ടുകൊണ്ട് മധുരം നിന്റെ ജീവിതം എന്ന വലിയൊരു ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഇറക്കാനായിട്ട് തയ്യാറായത്. അതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് പോകാം. അവളിലൂടെ, ജപമാല സമർപ്പണത്തിലൂടെ, പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ആവശ്യങ്ങളെ സ്നേഹത്തോടെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.